ബുദ്ധിമുട്ടുണ്ട്. ഉണ്ടല്ലേ? എത്ര നാളായിട്ടുണ്ട് ഡയറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മാസം ആവണേന് കുറച്ച് മുന്നായിട്ട് തുടങ്ങിയത്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളിൽ പലരും പുറത്ത് പറയാൻ മടിക്കുന്നത് അല്ലെങ്കിൽ ഒരാളടുത്ത് ഷെയർ ചെയ്യാൻ പറ്റാതെ ആവുന്ന അവസ്ഥയൊക്കെ ഈ കോൺസ്റ്റിപ്പേഷൻ മൂലം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ സാധാരണ ടോയ്ലറ്റിൽ പോകുന്ന രീതിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതൊരു വിട്ടുമാറാത്ത ഒരു 3-4 ദിവസമൊക്കെ അടുപ്പിച്ച് നമുക്ക് മലബന്ധം ഉണ്ടായി കഴിഞ്ഞാലാണ് നമ്മളിതിനെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയാറ്. അത് ഒരു ദിവസം പോയിട്ടില്ലെങ്കിൽ ഉള്ള കാര്യങ്ങളല്ല പറയുന്നത്. ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വിട്ടുമാറാതെ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൂളിന്റെ നേച്ചറിലൊക്കെ വ്യത്യാസം വരുന്ന സമയത്താണ് ഇതിനെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയാറുള്ളത്. നമ്മളിപ്പോൾ പിക്ചർ ഉണ്ടാവുക, നമ്മളിവിടെ ഷെയർ ചെയ്ത പിക്ചറിൻ്റെ അകത്ത് കണ്ടി ഓരോ ടൈപ്പ് സ്റ്റൂൾസ് ആണ് ഉണ്ടാവാറ്. ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. നമ്മളിപ്പോ ഇവിടെ പിക്ചർ കണ്ടില്ലേ, ഇതുപോലെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ പല ടൈപ്പുള്ള സ്റ്റൂൾസ് ആണ് എല്ലാവർക്കും ഉണ്ടാവാറ്. പല ഷേപ്പിലാവാം. ആ ഷേപ്പ് അനുസരിച്ചിരിക്കും നമ്മുടെ ആരോഗ്യത്തിന്റെ ഓരോ സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ടൈപ്പ് 3, ടൈപ്പ് 4 ഒക്കെ കിടക്കുന്നത് ആക്ച്വലി നോർമൽ ആണ്, കുഴപ്പമില്ല. പക്ഷേ ടൈപ്പ് 1, ടൈപ്പ് 2 ഒക്കെ കണ്ടില്ല, കുറച്ച് മനസ്സിലായില്ല. മാഡത്തിന്റെ സൗണ്ട് കേൾക്കുന്നില്ല. മ്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നമ്മളെ സ്റ്റൂളിന്റെ ഓരോ ഷേപ്പിലും സൈസിലും കൺസിസ്റ്റൻസി ഒക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ ഈ ആരോഗ്യം എന്ന് പറയുന്നത്. ആക്ച്വലി പറയുന്ന കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് മദർ ഓഫ് ഓൾ ഡിസീസ് എന്നാണ് പറയുന്നത്. നമ്മളെ ഈ എന്താ പറയുക, വയറ്റിലെ ശോധനവും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ. നമുക്ക് പലർക്കും പല ടൈപ്പിലുള്ള മലങ്ങളായിരിക്കും പുറത്തോട്ട് വരുന്നത്. ഇപ്പൊ ടൈപ്പ് 1 കണ്ടില്ലേ നിങ്ങൾ? ഈ ടൈപ്പ് 1, ടൈപ്പ് 2 എന്നൊക്കെ പറയുന്ന ഒരു ഹാർഡ് ലംസ് ആയിട്ടുള്ള ലംബി നേച്ചറിൽ വരുന്ന സമയത്ത്, അത് ഭയങ്കര തീരെ വാട്ടറോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൺസിസ്റ്റൻസി ആവുന്ന സമയത്താണ് നമുക്കത് കോൺസ്റ്റിപ്പേറ്റഡ് എന്ന് പറയാം. ടൈപ്പ് 1, ടൈപ്പ് 2 കാണുന്നില്ലേ? ഓക്കെ. പിന്നെ ടൈപ്പ് 3, ടൈപ്പ് 4 വരുന്ന സമയത്ത് ഏകദേശം നോർമലാണ്. ഒരു സോസേജ് ഷേപ്പ് അല്ലെങ്കിൽ സ്മൂത്ത് ടെക്സ്ചറുള്ള സംഭവങ്ങളൊക്കെ നോർമലാണ്. പിന്നെ ഈ ടൈപ്പ് 5, ടൈപ്പ് 4, ടൈപ്പ് 6 ഒക്കെ നമ്മുടെ ഫൈബേഴ്സിന്റെ കുറവ് മൂലം, അതുപോലെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഡയറി ഉണ്ടാകുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന ഓരോ നേച്ചറാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിനകത്ത് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അറിയാവോ? എല്ലാവർക്കും അറിയാമോ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത്? ഇല്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം ഒരു ദിവസം രാവിലെ അലാറം വെച്ചിട്ടില്ലെങ്കിലും ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ തനിയെ അങ്ങ് എഴുന്നേക്കില്ലേ? എല്ലാ ദിവസവും സ്വാഭാവികമായിട്ടും ഏകദേശം ഒരേ ടൈമിൽ നമുക്ക് വിശക്കില്ലേ? ഭക്ഷണം കഴിക്കാനും 3 നേരം കഴിക്കാൻ വിശക്കില്ലേ? അതുപോലെ തന്നെ നമുക്ക് ഈ ബാത്റൂമിൽ പോകുന്നതും ഏകദേശം ഒരു ടൈമിൽ എല്ലാ ദിവസവും പോകാനുള്ള ഒരു അർജൻസി വരാറില്ലേ? വരാറുണ്ട്, മോർണിംഗ്. ഇത് നടക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഒരു ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ക്ലോക്ക് ഉണ്ട്. ഈ ക്ലോക്കിനനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡെയിലി കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. പക്ഷെ ഇതിന് ചില ചേഞ്ചസ് വരും. ആക്ച്വലി ഇപ്പം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വർക്കിന് പോകുന്ന ആൾക്കാരാണ്. ഒരു 7 മണിക്ക് 6 മണിക്ക് എഴുന്നേൽക്കുന്നു. 7 മണിക്കുള്ളിൽ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 8 മണിയാകുമ്പോൾ ഓഫീസിലെത്തുന്ന ആളാണ്. 2 ദിവസം ലീവ് എടുത്തു. 2 ദിവസം ലീവ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ 7 മണിക്ക് ടോയ്ലറ്റ് പോകുന്ന ആളാണ്. അപ്പോൾ ഈ 2 ദിവസം ലീവ് എടുക്കുന്ന സമയത്ത് ഒന്ന് കുറച്ചധികം നേരം കിടന്നുറങ്ങി. ഒരു 9 മണി വരെയൊക്കെ ആയി നമ്മുടെ ഉറക്കം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഇനി ഉറങ്ങി എഴുന്നേറ്റിട്ടല്ലേ നമ്മൾ ടോയ്ലറ്റ് പോവുള്ളൂ. ഇങ്ങനെ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇതെങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ ഇനി വരുന്നതിനനുസരിച്ച്. അതുപോലെ തന്നെ ഒന്ന് ബയോളജിക്കൽ ക്ലോക്കാണ്.
ആ കോൺസ്റ്റിപ്പേഷൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി കാണുന്നത് ഈ ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേർ അതുപോലത്തെ ആളുകളിലൊക്കെ ഇത് നന്നായിട്ട് കാണാറുണ്ട്. പിന്നെ വരുന്നത് അമിതമായ സ്ട്രെസ് കൊണ്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരും എന്ന് ആർക്കൊക്കെ അറിയാം? സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ആരില്ലായിരുന്നു. തോന്നിയിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്, ഉണ്ട്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് എങ്ങനെയാണ് ഉണ്ടായത്? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചിലർക്ക് പല ടെൻഷൻ, യാത്രക്ക് ഒരുങ്ങി വയറുവേദന, ആ സമയത്ത് ലൂസ് മോഷൻ. അതെ അതെ, പലർക്കും പല രീതിയിലാണ് സ്ട്രെസ് വരുമ്പോൾ ടെൻഷൻ വരും. ചില ആൾക്കാർക്ക് നന്നായിട്ട് വയറ്റുന്നു പോകും, ചില ആൾക്കാർക്ക് തീരെ പോവില്ല. ഇപ്പോൾ ഒരു മകളുടെ കല്യാണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ടെൻഷനിലും സ്ട്രെസ്സിലൊക്കെ ആകുന്ന സമയത്ത് പിതാവിന് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം. അതൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും എക്സാമിൻ്റെ ടെൻഷനോ സ്ട്രെസ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് രണ്ട് തരത്തിൽ എഫക്റ്റ് ചെയ്യാം. ഒന്ന് നന്നായിട്ട് വയറ്റുന്നു പോകുന്ന തരത്തിൽ വരാം, മറ്റൊന്ന് കോൺസ്റ്റിപ്പേഷൻ ആയിട്ടും വരാം. അപ്പോൾ സ്ട്രെസ്സും എന്താക്കുന്നുണ്ട്, നമ്മുടെ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഒരു ഫാക്ടറായിട്ട് വരാറുണ്ട്. അടുത്തതായിട്ട് പറയുന്നത്, നമ്മൾ ഈ വൻകുടലില്ലേ, നമ്മുടെ ബോഡിക്കകത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിൽ ചെല്ലും. ആദ്യം ആമാശയത്തിൽ ചെന്നിട്ട് അവിടുന്ന് ചെറുകുടലിൽ ചെല്ലും. ചെറുകുടലിൽ നിന്നും കഴിഞ്ഞിട്ട് എത്തുന്ന സ്ഥലമാണ് ഈ വൻകുടൽ എന്ന് പറയുന്ന സംഭവം. ലാർജ് ഇൻഡസ്റ്റൈൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതൊരു 1.5 മീറ്റർ ലോങ് ആണ് ഈ ലാർജ് ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത്. അപ്പോൾ 1.5 മീറ്റർ ലോങ് ആകുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ബാക്കി എല്ലാ ഡൈജഷനും ബാക്കി എല്ലാ ഭാഗത്തു നിന്നും കഴിഞ്ഞിട്ട് സ്റ്റൊമക്കിൽ നിന്നും കഴിഞ്ഞ് സ്മോൾ ഇൻഡസ്റ്റൈനും കഴിഞ്ഞ് ബാക്കി ഈ ലാർജ് ഇൻഡസ്റ്റൈനിൽ എത്തുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വാട്ടർ കണ്ടന്റ് ഈ സ്റ്റൂളിൽ നിന്ന് എന്താകുന്നത്, ഉള്ളിലോട്ട് അബ്സോർബ് ചെയ്ത് വലിച്ചെടുക്കുന്നത് ഈ ലാർജ് ഇൻഡസ്റ്റൈൻ എന്നാണ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കാര്യങ്ങൾ, നമ്മുടെ ബ്ലഡ് പ്ലാസ്മക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഈ സ്റ്റൂളിൽ നിന്ന് ലാർജ് ഇൻഡസ്റ്റൈനിലോട്ട് അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ നമ്മളിപ്പം പുറത്ത് എവിടെയെങ്കിലും പോയി പെട്ടെന്ന് നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റി, പക്ഷെ പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഹാർഡായിട്ട് പോകും. ആ സമയത്ത് നമുക്ക് തോന്നിയ ആ ഒരു ഈസി ഫ്ലോ നേച്ചർ പിന്നെ നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ഫുൾഫിൽ ആയിട്ട് പോയ ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു ഇത് കിട്ടാറുണ്ടോ? ഇല്ലേ, കിട്ടൂല. കിട്ടില്ല അല്ലേ? എല്ലാവർക്കും അങ്ങനെയാണോ തോന്നിയിട്ടുള്ളത്? കിട്ടില്ല. അപ്പം നമുക്ക് അങ്ങനെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇതിൻ്റെ കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാരണം. നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച സമയത്ത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ബയോളജിക്കൽ ക്ലോക്ക്, അതും ഇതിനായിട്ട് റിലേറ്റഡാ. രാവിലെ 7 മണിക്ക് പോകുന്ന ഒരാൾ 9 മണിക്ക് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് കോൺസ്റ്റിപ്പേഷൻ വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. എങ്ങനെ വെച്ചാൽ നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുക. നമ്മൾ എത്രത്തോളം ഹോൾഡ് ചെയ്ത് വെക്കുന്നോ അത്രയും നേരം എന്താ സംഭവിക്കുന്നത്, അതിൽ നിന്ന് വെള്ളം അബ്സോർബ് ചെയ്ത് വലിച്ചെടുത്ത് ഭയങ്കര ഹാർഡ് ഫീക്കൽ മാറ്റർ ആയിട്ടാണ് പിന്നെ പുറത്തോട്ട് വിടുന്നത്. ഇതുകൊണ്ടാണ് ആ ടൈമിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിലോ, നമ്മൾ വെള്ളം കുടിക്കുന്ന കുറവായിട്ടുള്ള ആളുകളാണെങ്കിൽ ഒന്നുകൂടെ ഇതിനെ എഫക്റ്റ് ചെയ്യും അല്ലേ? ഓൾറെഡി വെള്ളം കുടിക്കുന്നത് കുറവാണ്, അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നമുക്ക് ടോയ്ലറ്റ് പോകാൻ മുട്ടുന്ന ആ സമയത്ത് പോവാതെ പിന്നീട് ഹോൾഡ് ചെയ്ത് വെച്ച് പോകുന്ന സമയത്ത് ഒന്നുകൂടെ വാട്ടർ എന്ത് ചെയ്യും, ലാർജ് ഇൻഡസ്റ്റൈൻ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് ബോഡിയിലോട്ട് അങ്ങ് എടുക്കും. ആ സമയത്ത് ഭയങ്കര ഹാർഡ് ഫീക്കൽ മാറ്റർ ആയിരിക്കും പുറത്തോട്ട് പോകുന്നത്. ഈ ഹാർഡ് ഫീക്കൽ മാറ്റർ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാനുണ്ട്. വരുന്നതിൽ പറയാം കേട്ടോ. ഇപ്പൊ ആയുർവേദത്തിലാണെങ്കിലും മോഡേൺ സയൻസിലാണെങ്കിലും അല്ലാതെ ബാക്കി എല്ലാ ഹെൽത്ത് സയൻസിലും പറയുന്നത് എന്താ വെച്ചാൽ മലശോധനം നന്നായിട്ടുണ്ടെങ്കിൽ അവർ ആരോഗ്യവാനാണ്. അല്ലെങ്കിൽ മലശോധനം വരാത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ ഡിലേഡ് ആവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേറ്റഡ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും രോഗത്തിന്റെ തുടക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിന്റെ സൂചനകളോ ഒക്കെയാണ് പുറത്തോട്ട് കാണിക്കുന്നത്. ഈ കോൺസ്റ്റിപ്പേഷൻ നമുക്ക് ലോ ബാക്ക് പെയിൻ വരെ ഉണ്ടാക്കാറുണ്ട്. കോൺസ്റ്റിപ്പേഷനും അതോടൊപ്പം ലോ ബാക്ക് പെയിനും ഉള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഒരു പക്ഷേ കോൺസ്റ്റിപ്പേഷൻ ലോ ബാക്ക് പെയിനെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതൊന്നും അല്ലാതെ വേറെ നമുക്ക് മെന്റൽ സൈക്കോളജിക്കലായിട്ടും നമ്മൾ ഇതിനെ
എഫക്ട് ചെയ്ത നമ്മുടെ ഹെൽത്ത് കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷക്കുറവ്, അതുപോലെ ഒരു സ്ട്രെസ്, ദേഷ്യം, അതുപോലെ തന്നെ നമുക്ക് ബാക്കി നമ്മുടെ ഒരു കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഇതിലോട്ടൊക്കെ കോൺസ്റ്റിപ്പേഷൻ നയിക്കും. അങ്ങനെ ഉള്ള ആളുകൾക്ക് തോന്നിയിട്ടില്ലേ? അതായത് നമുക്ക് അതെ, ഫുള്ളായിട്ട് പോയൊരു ഫീൽ ഇല്ലെങ്കിൽ, ഒരു നമ്മളിപ്പോ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാല് നല്ലൊരു സമാധാനം, ഒരു സന്തോഷം, ഒരു ഉന്മേഷം ഒക്കെ തോന്നാറില്ലേ? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് പോവാൻ ഇരുന്ന് കഴിഞ്ഞാലും ഉണ്ടാവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് ട്രബിൾസ് ഇഷ്യൂസ് ഉണ്ടാവാം, അസിഡിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം. ഈവൻ എന്തിനെ മ്യൂട്ട് അതുപോലെ തന്നെ നമുക്ക് കോളൻ ക്യാൻസർ, ഈ കോളൻ ക്യാൻസർ ആദ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ. അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷനെ മ്യൂട്ട് ചെയ്യൂ, പറയുന്നത് ക്ലിയർ ആവണില്ല. ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അപ്പൊ ഈ കോൺസ്റ്റിപ്പേഷന്റെ ഒക്കെ അല്ല, കോളൻ ക്യാൻസറിന്റെ ഒക്കെ ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് തന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ ആണ്. കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും അവർ ആദ്യം കാണിക്കുന്ന ലക്ഷണം, കോളൻ ക്യാൻസർ ഒക്കെ. അപ്പൊ നമ്മൾ ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ലക്ഷണം നമ്മൾ അങ്ങനെ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. പൊതുവെ എല്ലാവരും നെഗ്ലക്ട് ചെയ്യും. ഒരു വെള്ളം കുടിച്ചു നോക്കൂ, പഴം കഴിച്ചു നോക്കൂ, അല്ലെങ്കിൽ പുറത്ത് പറയാതെ, അല്ലെങ്കിൽ ഒരാളോട് ഷെയർ ചെയ്യാതെ, അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ മടി, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ തള്ളി നീക്കാറൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഒരുപാട് ഹെൽത്ത് കണ്ടീഷൻസിനായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് നമ്മുടെ ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ഇതിനായിട്ട് നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം. അതുപോലെ തന്നെ ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ, നിങ്ങളിപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ ജ്യൂസ് ആക്കി കുടിക്കാതെ, ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കി കുടിക്കാതെ, ജ്യൂസ് ആക്കി കഴിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. ജ്യൂസായി കുടിക്കുന്ന സമയത്ത് അതിൻ്റെ ഫൈബർ കണ്ടന്റ് കുറയാണ്. മാത്രമല്ല, നമ്മളിപ്പോൾ ഏത് ഫ്രൂട്ടും ജ്യൂസാക്കി, ഈ കട്ട് ഫ്രൂട്ട്സ് ആക്കി എടുക്കുന്നതിന് പകരം ജ്യൂസ് ആക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞ വാല്യൂ കൂടുക ചെയ്യുന്നത്. നമ്മളെ എത്ര നമ്മുടെ ബ്ലഡിലോട്ടുള്ള ഗ്ലൂക്കോസിന്റെ റിലീസിന്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത് നമ്മൾ ജ്യൂസ് ആക്കി എടുക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. അപ്പൊ ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ഫ്രൂട്ട്സ് ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടി നോക്കണം. ഓക്കെ, അതുപോലെ ഈ ഹോട്ടൽ ഫുഡ്സിനെ ആശ്രയിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഇതിനു മുന്നേ നമ്മൾ ഡയറ്റ് എടുക്കുന്നതിന് മുന്നേ ഹോട്ടൽ ഫുഡ്സ് കഴിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടോ? എടുക്കുന്നതിന് മുന്നേ ഉണ്ട്. എടുക്കുന്നതിന് മുന്നേ കഴിച്ചിരുന്നു. ഓക്കെ, വർക്കിംഗ് ആയിരുന്നോ മാഡം? വർക്കിംഗ് ആയിരുന്നു. നമ്മള് എളുപ്പത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളായിരുന്നു, അധികം പണം ചെലവാങ്ങിയിട്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരുന്നു മോഷൻ കാര്യങ്ങളൊക്കെ? എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ വെയിറ്റ് ഗെയിനിങ് വന്നതിന് ശേഷമാണ് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ തുടങ്ങിയത്. പക്ഷെ ഹോട്ടൽ ഫുഡ് കഴിക്കുമ്പോ വയറിന് പ്രശ്നം വരുന്നില്ല, അതായത് കോൺസ്റ്റിപ്പേഷൻ വരുന്നില്ല. ഓക്കെ, അത് ഗ്രാജുവലി ഡെവലപ്പ് ആയി വരുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമുണ്ടാവില്ല. നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തുമ്പോഴാണ് പലവിധ ഹെൽത്ത് ഇഷ്യൂസ് നോട്ടീസ് ചെയ്യപ്പെടാം. ഓക്കെ, പക്ഷെ ഹോട്ടൽ ഫുഡ് കഴിച്ചു വന്നാലേ അപ്പോ ബാത്റൂം പോണം എന്നുള്ളൊരു ടെൻഡൻസിയാണ് ഉണ്ടാവില്ല. രണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, IBS എന്ന് പറഞ്ഞ കണ്ടീഷനൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ഗട്ട് ഹെൽത്തിനെ വല്ലാണ്ട് എഫക്ട് ചെയ്യും. അത് രണ്ട് രീതിയിൽ നമ്മുടെ ഈ ഗട്ട് ഹെൽത്തിന്റെ ഇഷ്യൂസ് പല രീതിയിൽ റിഫ്ലക്ട് ചെയ്യാം. അതിലൊന്നാണ്, ചില ആളുകൾക്ക് നന്നായിട്ട് ഡയറി ആയിട്ട് പോകാം, ചില ആളുകൾക്ക് നന്നായിട്ട് കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ട് നിൽക്കാം. ഓക്കെ, അതുപോലെ പ്രഗ്നൻസി ഉള്ള ആളുകളിൽ ഇതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഒരു കോമൺ കണ്ടീഷൻ ആയിട്ട് കാണാറുണ്ട്. പിന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ മൂലം വേറെ എന്തൊക്കെ ഏനൽ റീജിയനിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നതായിട്ട് അറിയോ? എന്തൊക്കെ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്? ക്വസ്റ്റ്യൻ ഒന്നും കൂടി ക്ലിയർ ആനൽ ഫിഷർ, അതെ, ഫിസ്റ്റുല, ഫിസ്റ്റുല,
കണ്ടീഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി നമ്മൾ ഈ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. അവർക്ക് പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ പൈൽസിന്റെ ഒരു ചെറിയ നൊഡ്യൂൾസ് ഒക്കെ കാണാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട്. ഓക്കെ, നമ്മൾ നാരുകൾ അടങ്ങിയ ഭക്ഷണം നന്നായിട്ട് കഴിക്കണം. ഇതിനായിട്ട് നാരുകൾ അടങ്ങിയെന്ന് പറയുമ്പോൾ ഈ നാരുകൾ ആക്ച്വലി ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത് വെള്ളത്തെ വലിച്ചെടുക്കും നമ്മുടെ ബോഡിയിൽ. എന്നിട്ട് ഈ നാരുകൾ ഒരു ചൂല് പോലെ ആക്ട് ചെയ്തിട്ട് നമ്മുടെ മോഷൻ കറക്റ്റ് ആക്കുക, അതുപോലെ നമ്മുടെ വയറിലെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആക്കി കൊണ്ടുവരും. ഓക്കെ, അതുപോലെ തന്നെ പ്രോപ്പർ വ്യായാമം ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ മലബന്ധം അനുഭവപ്പെടാറുണ്ട്. പ്രോപ്പറായിട്ട് ഒരു ചെറിയ രീതിയിലുള്ള വാമപ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സസൈസ് എങ്കിലും നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അതില്ലെങ്കിലും നമ്മൾ ഇതുപോലത്തെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സിനെയും കാര്യങ്ങളെയൊക്കെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ കോൺസ്റ്റിപ്പേഷൻ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്തിരുന്നത്? ഉണ്ടാവുന്ന സമയത്ത് എന്താ ചെയ്യാറ്? മാം, ഈ ഡയറ്റ് തുടങ്ങിയതിന് ശേഷമാണ് ഇത് തുടങ്ങിയത്, ബുദ്ധിമുട്ട് തുടങ്ങിയത്. അതിന് മുന്നല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. മുന്നേ ബുദ്ധിമുട്ടില്ലായിരുന്നോ? ഇപ്പോഴാണ് ഡയറ്റ് തുടങ്ങിയതിന് ശേഷമാണ് ബുദ്ധിമുട്ട് തുടങ്ങിയത്. അപ്പൊ എത്ര ഞാൻ നാൾ ട്രെയിൻ തുടങ്ങിയിട്ട് ഇപ്പൊ 15-ാം തീയതി തുടങ്ങിയത്. 15-ാം തീയതി. ഓക്കെ, ഇന്നിപ്പോ ട്രെയിനർ ട്രെയിനർ എത്ര വെയിറ്റ് എത്ര? 77. 77. ഓക്കെ, അപ്പൊ വെള്ളം എത്ര ലിറ്റർ കുടിക്കുന്നുണ്ട്? 3 ലിറ്റർ. കറക്റ്റ് 3 ലിറ്ററിൽ അധികം ആവുന്നുണ്ട്. കുടിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു റെമഡി പറയാം. പാലില് കുറച്ച് നെയ്യ്, ഞാൻ ബുദ്ധിമുട്ട് അധികമായപ്പോ ട്രെയിനറിനോട് പറഞ്ഞു. അപ്പൊ ട്രെയിനർ അതൊക്കെ ചെയ്തു. പാലിൽ നെയ്യ് ഇട്ടിട്ട് കുടിച്ചു. അതൊന്നും വർക്കാകുന്നില്ല. പിന്നെ ഒരു ടാബ്ലറ്റ് പറഞ്ഞു തന്നു. ഇപ്പൊ ഇന്ന് വാങ്ങിയിട്ടേ ഉള്ളൂ. അതൊന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ. ഓക്കെ, അതുപോലെ തന്നെ തൈരൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ടോ ഭക്ഷണത്തില്? ഉണ്ട്. 2 നേരം കഴിക്കുന്നുണ്ട്. ഓക്കെ, നല്ലോണം കഴിച്ചോളൂ കേട്ടോ. നമുക്ക് മരുന്ന് കഴിച്ചിട്ട് എങ്ങനെ നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കുടലിന്റെ ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ നമുക്ക് കുടലിനകത്ത് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മളിപ്പം ഫൈബർ കണ്ടന്റ് കഴിച്ചിട്ട് അതുപോലെ തന്നെ എക്സസൈസ് ചെയ്തിട്ട് സ്ട്രെസ് ഇല്ലാതെ പിന്നെ ബയോളജിക്കൽ ക്ലോക്ക് ഒക്കെ റെഡിയാക്കി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകളിൽ വരാനുള്ള സാധ്യത നമുക്ക് ബാക്ടീരിയൽ ഇൻഗ്രോത്ത് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിൽ നല്ല ബാക്ടീരിയാസ് ഉണ്ട്, ചീത്ത ബാക്ടീരിയാസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഡൈജഷന് സഹായിക്കുന്ന ഒത്തിരി ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിനകത്ത് വേണം. ഇത് ഇത്ര പേർക്ക് അറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ അല്ലെ? അതെ, നമ്മുടെ ശരീരത്തിന്റെ അകത്ത് വേസ്റ്റ് ഒക്കെ അഴുകി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ടീരിയ അത്യാവശ്യമാണ്. അപ്പൊ ഈ ബാക്ടീരിയ കഴിക്കാതെ മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഞാൻ അവസാനം ടൈം തരാം. ഓക്കെ, അപ്പം ഈ പഴങ്ങളും ഒക്കെ കഴിച്ചിട്ടും ക്ലിയർ ആവാത്ത ആളുകൾ നമ്മൾ തൈര് കഴിക്കാൻ പറ്റും. തൈരിൽ നല്ല ബാക്ടീരിയാസ് നമ്മുടെ ഇൻഡസ്റ്റൈനിന് നമ്മുടെ ഡൈജഷനും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആക്കാൻ, അതുപോലെ തന്നെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സ് ഒക്കെ റെഡി ആക്കുന്ന തരത്തിലുള്ള ബാക്ടീരിയാസ് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ തൈരൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ മുട്ടയുടെ മഞ്ഞ, അതുപോലെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പും നമ്മുടെ ഡൈജഷന് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബൈലിൽ നിന്നൊക്കെ വരുന്ന കൊഴുപ്പുണ്ട്, ബൈൽ എന്ന് പറയുന്ന കൊഴുപ്പ് ഗോൾ ബ്ലാഡറിൽ നിന്ന് വരുന്നതാണ്. ഇത് ഫാറ്റ് കഴിച്ചാലേ റിലീസ് ആവുകയുള്ളൂ. ഫാറ്റ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ഫാറ്റ് കഴിക്കണം? ഈ മുട്ടയുടെ മഞ്ഞ, അതുപോലെ തന്നെ നെയ്യ്, അവക്കാഡോ കാര്യങ്ങള് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഡൈജഷനും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോ സിവിയർ കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഈ കാണിച്ചിരിക്കുന്ന പിക്ചറിലെ പോലെ ഈ ടൈപ്പ് 1 ഉണ്ടായിരുന്നു കുറച്ചു മുന്നേ. ഡോക്ടർ പറഞ്ഞിട്ടൊരു ഇതെടുത്തപ്പോ പിന്നെ അതങ്ങനെ ശരിയായി. ഇപ്പൊ ഏത് ടൈപ്പാണ്? ഓരോരുത്തരുടെ ടൈപ്പ് ഏതാണെന്നുള്ളത് അനലൈസ് ചെയ്യും. മാറിക്കൊണ്ടിരിക്കും, ഡിപ്പെൻഡ് ആണ്. നമ്മള് വെള്ളം കുറഞ്ഞാലോ അപ്പോൾ ഫുഡിന്റെ രീതിക്ക് അനുസരിച്ചിട്ടൊക്കെ ചേഞ്ചസ് ആവുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരുപാട് ഫാക്ടേഴ്സ്, ഫസ്റ്റ് ഞാൻ പറഞ്ഞു ബയോളജിക്കൽ ക്ലോക്ക്,
ക്ലാസ്? ഡോക്ടറെ എനിക്കിപ്പോ 2 ദിവസമായിട്ട് ഈ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന് മുന്നേ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ടൈപ്പ് 3 പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. ആണ് ടൈപ്പ് 3 പോലെയാ പോകുന്നത്. ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴ്. ഞാൻ ട്രെയിനറോട് പറഞ്ഞിട്ടില്ല. ഇന്നലെ ആയിട്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് തുടങ്ങിയത്. അതിന് മുന്നേ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഈ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സ്ട്രെസ് ഉണ്ടോ? ഇല്ല. സ്ട്രെസ് ഇല്ല. എക്സസൈസും കാര്യങ്ങളും എല്ലാം ഇപ്പൊ ഡയറ്റ് എടുത്തതിന് ശേഷം ഇപ്പൊ ഇന്ന് 19 ദിവസമായി ഡയറ്റ് എടുത്ത് തുടങ്ങിയിട്ട്. എല്ലാം കറക്റ്റ് അതുപോലെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് 2 ദിവസമായിട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ആപ്പിൾ സൈഡ് വിനിഗർ ഇപ്പം കുടിക്കുന്നുണ്ട്. അത് ട്രെയിനർ 15 ml ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ 5 ml ആയിരുന്നു, 10 ml. ഓക്കെ, ഒരു കാര്യം ചെയ്യും. നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ കഴിക്കുക. ഡയറ്റീഷ്യൻ പറഞ്ഞു തരാം എങ്ങനെയാ അത് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ഡയറ്റീഷ്യനോട് പറഞ്ഞിട്ടില്ല. ഇന്നലെ ആയിട്ട് ആണ് ഈ ബുദ്ധിമുട്ട് തുടങ്ങി. അതിന് മുന്നേ ഒക്കെ കറക്റ്റ് പോകുന്നുണ്ടായിരുന്നു. വെള്ളമൊക്കെ നന്നായി കൊടുക്കുന്നുണ്ടോ? വെള്ളം കുടിക്കുന്നുണ്ട്. 2 ലിറ്റർ വെള്ളം ആഹാരത്തിന് മുന്നേ, അരമണിക്കൂർ മുന്നേ. ഫുഡ് കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുന്നുണ്ട്. അത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്, ഡയറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ഒന്ന് ഹോം റെമഡി ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. വേറെ കുഴപ്പമില്ലല്ലോ ഡോക്ടറെ? ഇല്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പറയുന്ന കാര്യങ്ങൾ കൃത്യമാക്കി ഫോളോ ചെയ്തിട്ട് ഈ മോഷൻ ഒന്ന് കറക്റ്റ് ആക്കി കൊണ്ടുവരണം നമുക്ക്. ഓക്കെ. ഞാൻ എന്തായാലും ട്രെയിനറോട് പറഞ്ഞിട്ടില്ല. ഇന്നുമായിട്ടാണ് പ്രശ്നം. ഇന്നുമായിട്ട് പോയിട്ടില്ല ടോയ്ലറ്റില്. ഇന്നലെ ഇതുവരെ തീരെ പോയിട്ടില്ല എന്നാണോ? ഇന്നലെ ചെറുതായിട്ട്, പക്ഷെ ഇന്ന് ഇതുവരെയും പോയിട്ടില്ല. ഇന്നലെ അത്ര നന്നായിട്ട് പോയിട്ടില്ല. ഗ്യാസ് പോലെ ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, ഒന്ന് ആ ഹോം റെമഡി ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. ഹോം റെമഡി എങ്ങനെയാണ് ഡോക്ടറെ? ഞാൻ ആദ്യത്തെ ഒത്തിരി കേട്ടില്ലായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോ പാലില് കുറച്ച് നെയ്യ് ചേർത്തിട്ട് കഴിച്ചാൽ മതി. അവർ പറഞ്ഞു തരും കൃത്യമായിട്ട് എങ്ങനെയാ ചെയ്യേണ്ടത്. ട്രെയിനറോട് പറയാം. ബുദ്ധിമുട്ട് എന്തുണ്ടെങ്കിലും പറയാം. പക്ഷെ ഇത് പറഞ്ഞില്ലായിരുന്നു. ചില ആളുകൾ ഇതുപോലെയാണ്, പലവിധ രീതിയിലായിരിക്കും ഉണ്ടാവാം നമ്മുടെ ഈ ഡൈജഷൻ ഇഷ്യൂസ്. ചിലർക്ക് ഒരു തവണ പോകാം, ചിലർക്ക് എത്രയാണ് ഇങ്ങനെ കട്ടായിട്ട് പോകാം, ചിലർക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് പോകാം. ചിലർക്ക് ഗ്യാസിന്റെ ഇഷ്യൂസ് ഉണ്ടാവും. ഇങ്ങനെ പല ഇഷ്യൂസും കാണാറുണ്ട്. ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ അധികമായി കഴിഞ്ഞാൽ ഏറ്റവും മെയിനായിട്ട് കാണിക്കുന്ന ഒരു ഡിസീസാണ്. കാണിക്കുന്നത് പറഞ്ഞാൽ പിന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വെച്ചോണ്ടിരുന്ന് അതുപോലെ അതിനുള്ള കറക്റ്റ് ഹോം റെമഡീസോ അല്ലെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുന്നതിനനുസരിച്ച് നമുക്കത് പൈൽസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പൈൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ കരിയിച്ച് കളയും. ചില ആളുകൾ സർജറി ചെയ്യും, ചില ആളുകൾ കെട്ടിയിടും. ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ആക്ച്വലി കോൺസ്റ്റിപ്പേഷൻ ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പൈൽസിന്റെ ഒക്കെ റൂട്ട് കോസ് എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. തുടക്കത്തിൽ നമ്മൾ ഈ കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ഈ പൈൽസ്, അതുപോലെ തന്നെ ഫിഷർ അറിയോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏനൽ റീജിയനിൽ ചെറുതായിട്ടൊരു സ്ക്രാച്ച് പോലെ ഒരു വിണ്ട് കീറൽ വരാണ്. നമ്മൾ ഈ കാലിന് ഉപ്പൂറ്റിയൊക്കെ വിണ്ട് കീറില്ലേ, അതുപോലെ നമ്മുടെ ഏനൽ റീജിയനിൽ ചെറുതായിട്ടൊന്ന് വിണ്ട് കീറും. അവിടുത്തെ ഉള്ളിലെ മ്യൂക്കോസൽ സർഫസ് അത് കീറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെയാ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ കോൺസ്റ്റിപ്പേഷന്റെ സമയത്ത് നമ്മുടെ സ്റ്റൂള് ഭയങ്കര ഹാർഡായിരിക്കും. ഈ ഹാർഡ് സ്റ്റൂൾ അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏനൽ മ്യൂക്കോസ പറയുന്ന ഭയങ്കര തിൻ ലൈനിങ്, നമ്മുടെ ഈ വായയുടെ അകത്ത് ലൈനിങ് ഒക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ അതിനേക്കാളും നേരത്തെ ഭയങ്കര തിൻ ലൈനിങ്. ഈ ലൈനിങ്ങിന്റെ അകത്ത് ഒരു സ്ക്രാച്ച് പോലെ വിണ്ട് കയറുന്ന സമയത്ത് ചില ആളുകൾക്ക് പിന്നീട് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വരാം. അപ്പം ആ കോൺസ്റ്റിപ്പേറ്റഡ് സ്റ്റൂള് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്നിട്ടാണ് ഈ ഫിഷർ ഉണ്ടാവുന്നത്. അപ്പോൾ പിന്നീട് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും. സ്റ്റൂള് പാസ് ചെയ്യുമ്പോഴും അതുപോലെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഫിഷറൊക്കെ ആവുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തുന്നതൊക്കെ നിങ്ങൾ തടയണം. അതുപോലെ ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെറിയ ആബ്സസ് പോലെ ഫോം ചെയ്യുന്നത്. ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഫിസ്റ്റുല? ഫിസ്റ്റുല എൻ്റെ മോക്കുണ്ട്. ഉണ്ടായിട്ടുണ്ടല്ലേ?
ആ ഓക്കെ. അതുപോലെ ഫിസ്റ്റുല വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫിസ്റ്റുലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്തത്? ഇപ്പൊ ഒരു 6 മാസം മരുന്നാണ്, ആയുർവേദ മരുന്ന് കഴിച്ചായിരുന്നു. ഇപ്പൊ കഴിച്ചായിരുന്നു? പിന്നെ ഈ ഫുഡ്, പിന്നെ അവൾക്ക് സ്ട്രെസ് ഉണ്ട്, ഈ ഇരുന്നുകൊണ്ടുള്ള ജോലിയാ, ഉറക്കളിപ്പുണ്ട്, അതുകൊണ്ടൊക്കെയാ കൂടുതലും. ഓക്കെ ഓക്കെ. പിന്നെ ഡൽഹിയിലായോണ്ടേ ഗോതമ്പൊക്കെയാ കഴിക്കുന്നത്, അതിന്റെയൊക്കെയാന്ന് ഡോക്ടർ പറഞ്ഞു. പ്രശ്നങ്ങളല്ലേ? ഓക്കെ ചൂടായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഇതാണെന്ന്. ഓക്കെ. നമ്മൾ മോശം കറക്റ്റ് വരണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മൗത്ത് സ്മെല്ല് വരെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ മൗത്ത് സ്മെല്ലൊക്കെ നമ്മുടെ ഈ ഡൈജഷനായിട്ട് വളരെ റിലേറ്റഡ് ആണ്. നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ അല്ല, നമ്മുടെ മോഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വായനാറ്റം അല്ലെങ്കിൽ മൗത്ത് സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ വേറൊരു കാര്യമാണ് റെക്ടൽ പ്രൊലാപ്സ് കേട്ടിട്ടുണ്ടോ? റെക്ടൽ പ്രൊലാപ്സ് നമ്മുടെ എന്താ പറയാ, ഏനൽ റീജിയൻ ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ഓഫ് ആയി താഴോട്ട് പ്രൊലാപ്സ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ. ഇതിനെയാണ് നമ്മൾ റെക്ടൽ പ്രൊലാപ്സ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റൂൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് സ്ട്രെയിൻ എടുക്കും. ഭയങ്കര കോൺസ്റ്റിപ്പേറ്റഡ് അല്ലെങ്കിൽ ഡ്രൈ സ്റ്റൂൾ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് സ്ട്രെയിൻ എടുക്കും. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അങ്ങനെ നമ്മൾ ഇങ്ങനെ സ്ട്രെയിൻ എടുക്കുന്ന ആ ഒരു ഫ്രീക്വൻസി കൂടി നമ്മൾ ഈ കോൺസ്റ്റിപ്പേഷനും കാര്യങ്ങളൊക്കെ കൂടി പിന്നെ ഒരു സ്റ്റേജിൽ നമുക്ക് എന്തുണ്ടാവും, രക്തത്തിന്റെ നമ്മൾ അവിടുത്തെ മസിൽസ് വീക്കായിട്ട് അവിടെ ഒരു പ്രൊലാപ്സ് നേച്ചർ വരും. ഓക്കെ, അങ്ങനെയൊന്നും ആർക്കും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഹലോ മാം. ഹലോ. ആ 2-3 ഘട്ടം പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ മാം. വേറെ അസ്വസ്ഥതയൊന്നും ഇല്ല. ദിവസവും 2-3 വട്ടം പോവോ? ഇപ്പം ഈ ഡയറ്റ് എടുത്തതിന് ശേഷമാണ്, ഈ ഇലക്കറികൾ കഴിക്കുന്നോണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇലക്കറികൾ ഉണ്ടല്ലേ? ആ അതെങ്ങനെയാണ് ഭക്ഷണം കഴിച്ച ഉടനെ പോവാൻ തോന്നുവോ? എങ്ങനെയാണ് അത് വരുന്നത്? കഴിഞ്ഞിട്ടാണ് പോവാൻ തോന്നുന്നത്. എങ്ങനെ? കുറെ കഴിച്ചിട്ടാണ് ഞാൻ പോവാൻ തോന്നുന്നത്. കുറെ കഴിഞ്ഞിട്ടാണല്ലേ? ഓക്കെ. നിങ്ങളൊന്ന് ഡയറ്റീഷ്യൻ ത്രൂ ഒന്ന് എനിക്കൊന്ന് വോയിസ് നോട്ട് അയക്കൂ, ഞാനൊന്ന് റിപ്ലൈ തരാം കേട്ടോ. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി ഒന്ന് എടുത്ത് നോക്കണം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ പറയാം അത് നോർമൽ ആണോ അല്ല എന്നുള്ളത്. ഓക്കെ ഓക്കെ. ബുദ്ധിമുട്ടൊന്നും ഡോക്ടറെ പോകുമ്പം അങ്ങ് പോയി കഴിയുമ്പോ ഒരു ഇത് അത്രയല്ല, അവരെ ഇതായിട്ടൊന്നും അല്ല പോകുന്നത്. 3 തവണ പോകുന്ന സമയത്തെ ഒരു തവണ പോയി കഴിഞ്ഞാല് ഫുൾഫിൽ ആവാത്തൊരു ഫീൽ ഉണ്ടോ? ഫുള്ളായി പോവാത്തൊരു ഫീൽ ഉണ്ടോ? ഇല്ല മാം, ഇല്ല. ഇല്ല. നോക്കാട്ടോ. ഓക്കെ താങ്ക് യു. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് സ്കിൻ ഡിസീസ്, ഈ ഡൈജഷൻ റെഡി അല്ല, നമുക്ക് നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വേണ്ടാത്ത എലമെന്റ്സ് ആണ് പുറന്തള്ളപ്പെടുന്നത് നമ്മൾ ഈ ബാത്റൂമിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പ്രോപ്പറായിട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് സ്കിൻ ഡിസീസ് വളരെ റിലേറ്റഡ് ആണ് നമ്മുടെ ഈ കോൺസ്റ്റിപ്പേഷനും അല്ലെങ്കിൽ നമ്മുടെ ഈ ഡൈജഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഗട്ട് ഹെൽത്തുമായിട്ട് നമ്മുടെ സ്കിൻ ഡിസീസ് ഭയങ്കര റിലേറ്റഡ് ആണ്. ഓക്കെ. പിന്നെ താരനും അതുപോലെ തന്നെ പല ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഇതുപോലെ നമ്മുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഡൈജഷൻ റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സെറോട്ടോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അധികവും ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗട്ടിൽ നിന്നാണ്. അവിടെ ഇത് ഇതിന്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ നമ്മുടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സ് കൂട്ടാന്നുള്ളതാണ്. അത് മൂവ്മെന്റ്സ് കൂട്ടിയിട്ട് അത് ക്ലിയർ ആക്കിയിട്ട് നമ്മുടെ ഡൈജഷനും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാലാണ് ഈ ഹോർമോൺ അല്ലെങ്കിൽ സെറോട്ടോണിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ ബ്രെയിനിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഈ സ്വസ്ഥത, സന്തോഷം, സമാധാനമൊക്കെ കിട്ടും. നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഗട്ടിൽ ചെന്നിട്ട് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സ് കറക്റ്റ് ആക്കിയതിന് ശേഷം വേണം നമ്മുടെ ബ്രെയിനിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറയുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഈ കാര്യം റെഡി ആയിട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? മെന്റലി ഫിസിക്കലി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെ, 2 രീതിയിലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ ഡോക്ടർ, നമുക്ക്
അതുപോലെ നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ വിയർക്കില്ലേ, അപ്പം നന്നായി വിയർക്കുമ്പോൾ മുഖമൊക്കെ ഒരു ചൊറിയുന്ന പോലെ തോന്നാറുണ്ട്. എന്നിട്ട് നമുക്ക് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഒരു തടിപ്പാണ് വരുന്നത്. അതെന്തുകൊണ്ടാ? കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ? ഇല്ല ഇല്ല, ഇപ്പൊ ഈ ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഡയറ്റ് ആയതുകൊണ്ട് ഇപ്പൊ വലിയ ബുദ്ധിമുട്ട് ഇല്ല. ഇല്ല, എന്തെങ്കിലും അലർജീസ് ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, എത്ര നാളായി ഇപ്പം എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ ഒരു മാസത്തോളമായി ഡയറ്റിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പൊ അതിപ്പോ ഇപ്പൊ ഈ ഇടയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു, അതുപോലെ ഇന്നുണ്ട്. വയർത്ത് കഴിയുമ്പോ നമ്മളൊന്നും തുടച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു തടിപ്പ് വരികയാണ്. നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് ചെന്നിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്തോളൂ കേട്ടോ നിങ്ങള്. ഓക്കെ ഓക്കെ. മാത്രമാണോ അല്ലെങ്കിൽ ബോഡി മൊത്തം ഉണ്ടോ? ഇപ്പൊ ഇന്ന് ബോഡി ആയിട്ട് ചെറുതായിട്ട് കണ്ടു. അവിടെ നിന്ന് ചൊറിഞ്ഞപ്പോ മാത്രമേ തണർത്തുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് ചൊറിയുമ്പോ മാത്രമേ തണർത്തുന്നുള്ളൂ. മോഷൻ ക്ലിയർ ആണെന്ന് ഉറപ്പാണോ? മോഷൻ അങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മോഷന്. ബുദ്ധിമുട്ടായിരുന്നല്ലേ? ഇപ്പൊ ഡയറ്റ് എടുക്കാൻ തുടങ്ങിയപ്പോ മോഷന് വലിയ ബുദ്ധിമുട്ടില്ല. ആദ്യം നല്ല ബുദ്ധിമുട്ടെന്ന് പറയുമ്പോ എങ്ങനെയായിരുന്നു? ഡയറ്റ് എടുക്കുന്നതിന് മുന്നേ എന്തായിരുന്നു അവസ്ഥ? ഇപ്പൊ നമുക്കിപ്പോ രാവിലെ മോർണിംഗിലേ പോവാറില്ല എണീറ്റ് കഴിഞ്ഞാൽ, അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞാലേക്കേ പോവുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിഞ്ഞ പാടെ പോവോ? കഴിഞ്ഞില്ല, ഒരു അരമണിക്കൂറും 3/4 മണിക്കൂറും കഴിഞ്ഞ പോവും. ഇനി പോകുന്നത് എങ്ങനെ? ഫുള്ളായിട്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു അൺസാറ്റിസ്ഫൈഡ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മള് ട്രെയിനറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മറ്റേ എന്താ പറയാ, പാലിൽ ഇതുപോലെ നെയ്യിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആപ്പിൾ സിഡർ വിനാഗർ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ട് ആക്ച്വലി. അതിപ്പോ റെഡി ആയി വരുന്നതേ ഉള്ളൂ. ഓക്കെ, അതിനായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് എക്സസൈസ് എടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങള് ഒന്ന് മുഖം വാഷ് ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ. അധികം ലേറ്റ് ആയിട്ടാണോ കുളിക്കാൻ പോവാറ്, ഫ്രഷ് ആവാൻ പോവാറ്? അതെ, ഒന്ന് വേർപ്പൊക്കെ ഒന്ന് ഇതായിട്ടാണ് കുളിക്കാൻ പോവാറുള്ളൂ. ഇപ്പൊ 2 ദിവസമായിട്ടാണ് ഇപ്പൊ ഈ ഒരു മുഖത്തൊരു തടിപ്പ് വരാൻ. വേർത്ത് കഴിഞ്ഞാൽ തുടച്ചു കഴിഞ്ഞാൽ അപ്പൊ ഭയങ്കര ചുവന്ന് തൊടുക്കുകയാണ്. തുടക്കുന്നത് എന്ത് വെച്ചിട്ടാ തുടക്കുന്നത്? നമ്മള് ടിഷ്യൂ വെച്ചിട്ട് തന്നെ, തോർത്ത് അല്ലെങ്കിൽ ടിഷ്യൂ വെച്ച് തുടയ്ക്കുക. ചില സമയത്ത് നമ്മൾ കൈയല്ലേ ഉണ്ടാവുള്ളൂ, അപ്പൊ കൈ കൊണ്ടൊന്ന് തുടയ്ക്കാറുണ്ട്. ഓക്കെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ടവൽ അതിനായിട്ടൊന്ന് മാറ്റി വെക്കണം. ഓരോ ദിവസവും വാഷ് ചെയ്യാൻ വേണം കേട്ടോ. മാം ഹലോ മാം, ഞാനിപ്പോ ഒരു മാസമായിട്ടാ, പക്ഷെ 75 കിലോ ഉണ്ട്. പക്ഷെ 75 ഒന്നും അനക്കും വന്നില്ല. അല്ലേ? എന്താ വേറെ അസുഖങ്ങൾ ഉണ്ടായിരുന്നോ? തൈറോയിഡോ പിസിഒഡിയോ? ഇല്ല അൽഹംദുലില്ലാ, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്ര വയസ്സുണ്ട്? 43. പീരീഡ്സ് ഒക്കെ നിന്നതാണോ? എങ്ങനെയാണ്? അല്ലല്ല, അതൊക്കെ കറക്റ്റ് മാസം ഉണ്ട്. കറക്റ്റ് പോകുന്നുണ്ട് അല്ലേ? ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, അതുവരെ ഉണ്ടായിട്ടില്ല. ഡൈജഷൻ എങ്ങനെയാണ്? വൈറ്റമിൻ ഡി എടുത്തിരുന്നു? കഴിക്കുന്നുണ്ട്. വൈറ്റമിൻ ഡി കഴിച്ചിരുന്നോ? ഇപ്പൊ കഴിക്കുന്നുണ്ട്. ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ കഴിക്കാൻ അല്ലേ? ആപ്പിൾ സിഡർ വിനീഗറോ? അത് കഴിക്കുന്നുണ്ട്. ഒരു മാസമായി ഡയറ്റ് കംപ്ലീറ്റ് ആയി? കറക്റ്റ് ഒരു മാസമായി ഇന്നൊക്കെ. എക്സസൈസ് ചെയ്തിരുന്നോ? ചെയ്യുന്നുണ്ട്. വല്ലാണ്ട് നടുവേദന ഉണ്ട് ചെറുതായിട്ട്, അപ്പൊ വല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, ചെയ്യുന്നുണ്ട്. എങ്ങനെ തീരെ കുറവ് കാണില്ല. നമുക്ക് നോക്കാം. ഒന്ന് ഡയറ്റീഷ്യൻ ത്രൂ ഒന്ന് എന്തെങ്കിലും റിപ്പോർട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് അയച്ചു തരും. ഞാൻ പേഴ്സണലി റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. ഹലോ പറയൂ. ഹലോ, പറയൂ. ഞാന് 95 കിലോ ഉണ്ടായിരുന്നു. ഒരു മാസമായിപ്പോ തുടങ്ങിയിട്ട്. ഇപ്പൊ 1.5 കിലോ കുറഞ്ഞിട്ടുണ്ട്, പിന്നെ കുറയുന്നുമില്ല. ഒരു മാസമായി? ഒരു മാസം ആയി. തൈറോയിഡോ പിസിഒഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല ഒന്നുമില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല. ആപ്പിൾ സിഡർ വിനീഗർ എടുത്തിരുന്നോ? ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്തിരുന്നോ?
ആപ്പിൾ സിഡർ വിനേഗർ ആ എടുത്തിരുന്നോ? കഴിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ടത്. കഴിക്കുന്നുണ്ട്. വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി കഴിക്കുന്നില്ല, അത് പറഞ്ഞിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് വൈറ്റമിൻ ഡിയും omega-3 മെഗ്നീഷ്യം ഒന്ന് കഴിക്കണം കേട്ടോ. ശരി ശരി. എത്ര വയസ്സുണ്ട്? 49. ഈ ലുബാബ അതുപോലെ തന്നെ രാജശ്രീ ലുബാബ പറഞ്ഞ മാഡം, രാജശ്രീ, ബുഷ്ര. ഹലോ. പറയൂ. ഞാന് ഡയറ്റ് തുടങ്ങിയിട്ട് ഒരു 15 ദിവസമേ ആയിട്ടുള്ളൂ. പിന്നെ 15 ദിവസം കഴിഞ്ഞു, പക്ഷെ എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. 15 ദിവസമായി. വെയിറ്റ് ഞാൻ നോക്കിയിട്ടില്ല, പക്ഷെ ഇഞ്ചസ് ഒന്നും നോക്കുമ്പം 1 ഇഞ്ച് പോലും 1/2 ഇഞ്ച് പോലും മാറിയിട്ടില്ല. ബേക്കിംഗ് സോഡ ചെയ്തിരുന്നോ? ബേക്കിംഗ് സോഡന്റെ ചെയ്തിരുന്നു, പക്ഷെ എനിക്ക് അന്ന് ബേക്കിംഗ് സോഡന്റെ ചെയ്തപ്പം തീരെ ഗ്യാസ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ചില സമയത്ത് ഗ്യാസിന്റെ പ്രശ്നം ഇടയ്ക്ക് ഉണ്ടാവാറുള്ളതാണ്. ആപ്പിൾ സിഡർ വിനീഗർ കഴിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് പിന്നെ പുറത്തു പോവാൻ പറ്റാത്ത കാരണം ഇന്നലെയാ വാങ്ങിച്ചത്, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതൊന്ന് കഴിക്കൂ കേട്ടോ. അതൊന്ന് കഴിച്ചിട്ട് നമുക്ക് നോക്കാം. ഈ ഹാൻഡ് റൈസ് ചെയ്ത് നിൽക്കുന്ന ആളുകള് മാം ഒരു ഡൗട്ട് ചോദിക്കാനാ. ഹലോ മാം. അപ്പൊ ഈ ആപ്പിൾ സിഡർ വിനീഗർ എന്തിനാണ് കഴിക്കുന്നത്? അതിന്റെ പർപ്പസ് എന്താണ്? നമ്മളെ വയറ്റില് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ചില സമയത്ത് അസിഡിറ്റി നേച്ചർ കുറവായിരിക്കും. നമ്മൾ HCl എന്ന് പറയും നമ്മുടെ വയറിന്റെ അകത്ത്. നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഒന്ന് സമയം താമസിച്ചിട്ടൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ചെറിയ ഫ്രൂട്ടിന്റെ കഷ്ണം, അത് ഇപ്പോഴെന്നല്ല കുറച്ച് നാളായിട്ടുള്ളതാണ്, കഴിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഞാൻ കുറച്ചായിട്ട് നേരത്തെ ഫുഡ് കഴിക്കുന്നതായിരുന്നു. ഒരു 8 o'clock എങ്കിലും കഴിക്കുന്നത്. ഇപ്പൊ 7 o'clock കഴിക്കുന്നുണ്ടെങ്കിലും ആദ്യം ഞാനൊരു 8-8:30 കഴിക്കുന്നതാണ്. പക്ഷെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു 10 o'clock ഒരു കഷ്ണം ഫ്രൂട്ട് എടുത്തിട്ട് വായിലിട്ടാൽ മതി, അത് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാവും തൊണ്ടയിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നും. നിങ്ങൾ ഗ്യാസ് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ 7 o'clock ഡിന്നർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഫാസ്റ്റിംഗ് 7 o'clock ഇപ്പൊ ഡയറ്റ് എടുക്കുന്ന സമയത്ത് 7 o'clock ഡിന്നർ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഫാസ്റ്റിംഗ് തുടങ്ങാറില്ലേ? അതെയല്ല, ഇപ്പോഴുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആദ്യമേ ഉള്ളത് ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചാൽ ചിലപ്പം ലേറ്റ് ആയി, ചിലപ്പോ ആരെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഒരു കഷ്ണം ഫ്രൂട്ട് എടുത്തിട്ട് ഒരു വാട്ടർമെലനെ പീസെങ്കിലും വായിലിട്ടാൽ മതി. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം 90 kg ആണ് ഉള്ളത്. അത് ഒരു 3 വർഷമായിട്ട് പെട്ടെന്ന്, അതായത് 1 വീക്കിന്റെ ഡിഫറൻസിലാണ് എനിക്ക് ആ ഒരു 4 kg കൂടിയത്. 4 kg അല്ല, ഒരു 6 kgന്റെ ഡിഫറൻസ് വന്നത്. അതെനിക്ക് പിന്നെ കുറഞ്ഞു കിട്ടുന്നേ ഇല്ല. അല്ലെങ്കിൽ ഞാൻ നോർമലി എന്തെങ്കിലും എക്സസൈസും ഒക്കെ ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ചെറിയൊരു ഡയറ്റ് എടുത്ത് കഴിയുമ്പോഴോ ഞാൻ നോർമലിൽ പോകുന്നതായിരുന്നു. പക്ഷെ എനിക്ക് ഈ 84 90 ആയത് എനിക്ക് മാറി കിട്ടുന്നതേ ഇല്ല. പിന്നെ തൈറോയിഡ് ഉണ്ടായിരുന്നു, തൈറോയിഡിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ഇപ്പൊ നോർമലാണ്. പറയാൻ വേണ്ടിട്ട് ഒരു മിനിറ്റ്. തൈറോയിഡ് ആളുകളില് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ഒരു 6 months എങ്കിലും എടുക്കും. ഓക്കെ, ഫോളോ ചെയ്യും. അതുപോലെ തന്നെ ഒത്തിരി പേര് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഡയറ്റീഷ്യൻ ത്രൂ വോയിസ് നോട്ട് ഇട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുക്കണം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം, ഈ കാൽഷ്യം ടാബ്ലറ്റ് കഴിക്കാമോ? കാൽഷ്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്തിരുന്നോ? ടെസ്റ്റ് ചെയ്തില്ല. എനിക്ക് ഇടയ്ക്ക് വെച്ച് ഒരു ആക്സിഡന്റ് പറ്റിയ ടൈമിൽ ഡോക്ടർ പറഞ്ഞ കണ്ടിന്യൂസ് കഴിക്കണോന്ന് പറഞ്ഞായിരുന്നു. അതിനുശേഷം ടെസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല മാം. കഴിച്ചോളൂ കേട്ടോ.
ടെസ്റ്റ് ചെയ്യാൻ ഹലോ മാം, എക്സസൈസ് ചെയ്താൽ ഭയങ്കര ക്ഷീണാണ്. പിന്നെ രാവിലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലത്തെ ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല, കിടക്കാനൊക്കെ തോന്നും. ഹീമോഗ്ലോബിൻ തൈറോയിഡ് ഉണ്ട്. തൈറോയിഡ് ഉണ്ട്. തൈറോയിഡ് ഈ ഒരു ഇത് പാറ്റേൺ കാണിക്കാറുണ്ട്. വൈറ്റമിൻ തൈറോയിഡ് എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ട് 50, തൈറോക്സിൻ 50. ഓക്കെ, വൈറ്റമിൻ ഡി തൈറോയിഡ് ടാബ്ലറ്റ് പോയിക്കോട്ടെ. അതുപോലെ നന്നായിട്ട് ഭയങ്കര എക്സസൈസ് ചെയ്യും. എത്രയായി? ക്ലിയർ ഇല്ല ഡോക്ടർ. ക്ലിയർ കേൾക്കണില്ല. കേൾക്കാൻ പറ്റുന്നില്ല. തൈറോയിഡിന്റെ മരുന്ന് കുടിക്കൽ തുടങ്ങിയിട്ട് ഒരു 3 മാസമായി. ഹലോ മാം, ക്ഷീണാണ്. അപ്പൊ ഞാൻ വൈകുന്നേരം കഴിച്ചാൽ കുഴപ്പമില്ല, രാവിലെ ആയാൽ പിന്നെ വീട്ടിലത്തെ ജോലികളൊന്നും എടുക്കാൻ പറ്റില്ല, ഒരു ജോലി എടുക്കാൻ പറ്റില്ല, ഭയങ്കര ടയേർഡാണ്. മറ്റുള്ളവര് മ്യൂട്ട് ചെയ്യുമ്പോ എല്ലാരും കൂടി പറയുമ്പോഴാണ് ക്ലിയർ ആവാത്തത്. ഇപ്പൊ ഫർസീന എന്ന് പറഞ്ഞ മാഡം അല്ലേ ഡൗട്ട് ചോദിക്കുന്നത്? അതെ. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. അപ്പം നിങ്ങള് വൈറ്റമിൻ ഡി ഒക്കെ എങ്ങനെയാണ്? വൈറ്റമിൻ ഡി ഒന്നും കുഴപ്പമില്ല, നോർമലാണ്. പീരിയഡ്സ് എന്താണ് ക്ലിയർ ആണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യുക, വല്ലാതെ എക്സസൈസ് ചെയ്യണ്ട. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് തരാൻ വേണ്ടിട്ട് ഞാൻ ഡയറ്റീഷ്യന്റെ അടുത്ത് പറയാം. ഡയറ്റീഷ്യന്റെ അടുത്ത് ചോദിച്ചാൽ മതി. എന്നിട്ട് ഞാനിപ്പോ നമ്മളെ ഒരു ട്രെയിനർ അയച്ചെന്നത് ചെയ്യലില്ല, ഞാൻ വാക്കിങ് മാത്രം നടക്കും രാവിലെ 1 മണിക്കൂർ മാത്രം ചെയ്താൽ മതി. ഇപ്പൊ ഡയറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട് എത്രയാണെന്നാ പറഞ്ഞേ? ഒരു 25 ഡേയ്സ് ആയി. 25 ഡേയ്സ്. ഓക്കെ, പക്ഷെ ഞാൻ 1 വീക്ക് കൊണ്ട് 4 kg കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വലിയ കുറവ് കാണുന്നില്ല, പിന്നെ അതേ രീതിയിൽ ഇങ്ങനെ പോവാ. എങ്ങനെ മാം? ഹലോ മാം. മാം ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ട് 53 ദിവസമായേ. അപ്പൊ 53 ദിവസമായിട്ട് ഇതുവരെ 1 kg മാത്രമേ. അപ്പൊ ഞാൻ ഡയറ്റ് ഒന്നും ഇതുവരെ തെറ്റിച്ചിട്ടില്ല. ഇപ്പൊ രണ്ടാമത് വീണ്ടും ഇന്ന് മുതൽ വീണ്ടും അടുത്ത സെഷൻ തുടങ്ങി. പക്ഷെ വെയിറ്റ് ലോസ് മാത്രം ഉണ്ടാവുന്നില്ല എനിക്ക്. ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്പോണ്ടിലോസിസ് ഒക്കെ നന്നായിട്ട് ഉണ്ടായിരുന്ന, എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന വേദനയിൽ നിന്നൊരല്പം ആശ്വാസം വന്നതല്ലാതെ വെയിറ്റിന് യാതൊരു ഡിഫറൻസും ഇല്ല. എനിക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒക്കെ ഭാരം ശരീരത്തിന് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ശോധന ചില സമയങ്ങളിൽ നന്നായിട്ട് പോവും, ചിലപ്പോ കംപ്ലീറ്റ് പോകത്തില്ല. പോവാതെ പല പ്രാവശ്യമായിട്ട് പ്രശ്നം. അത് ചില ദിവസങ്ങളിൽ മാത്രം, ചിലപ്പോൾ നന്നായിട്ട് പോകും. അത് നമുക്കൊന്ന് കറക്റ്റ് ആക്കണം. അതുപോലെ തൈറോയിഡും PCOD അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തൈറോയിഡ് ഉണ്ട്, PCOD ഉണ്ട്. PCOD എനിക്കൊരു 2.5 മാസത്തിന് ശേഷം ഇപ്പൊ പീരീഡ് ആയത്. പീരീഡ് ആയതിനു ശേഷം എനിക്ക് പെട്ടെന്ന് 2 കിലോ കുറഞ്ഞിട്ട് വീണ്ടും 1 കിലോ, വീണ്ടും 1 കിലോ അങ്ങ് കൂടി. എന്നാൽ ഞാൻ ഡയറ്റിനകത്ത് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യൂ കൃത്യമായിട്ട്. ആക്ച്വലി തൈറോയിഡും PCOD ഉള്ള കൂട്ടത്തിൽ നിങ്ങൾക്ക് ശോധനത്തിന് പ്രശ്നമുണ്ട്. 3 അതുകൊണ്ടാണ് നിങ്ങൾക്ക് വെയിറ്റ് കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 6 months എടുക്കും നമുക്ക് വെയിറ്റ് കുറഞ്ഞു വരാൻ വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനല്ല, ആക്കി വെയിറ്റ് കുറയ്ക്കാൻ കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ഡയറ്റീഷ്യൻ ഡീറ്റെയിൽസ് നന്നായി കേൾക്കാൻ പറ്റുന്നില്ല മാഡം, മുറിഞ്ഞു പോകുന്നു, കേൾക്കുന്നില്ല. നിങ്ങളൊന്ന് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഹലോ മാം, ഒരു ഡൗട്ട്. ഹലോ മാം, ആക്ച്വലി ഞാൻ 40 days ആയി ഡയറ്റ് തുടങ്ങിയിട്ട്. 7.5 kg കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് എൻഡോമെട്രിയോസിന്റെ ഇഷ്യൂ ഓൾറെഡി ഉണ്ട് മാം. പക്ഷെ ഇപ്പോഴും എനിക്ക് നല്ല പെയിൻഫുൾ പീരിയഡ്സ് ആണ് മാം. എനിക്ക് ടാബ്ലറ്റ് എടുക്കാതെ ആ പെയിൻ പറ്റുന്നില്ല മാം. അതിനെന്തെങ്കിലും റെമഡി ഉണ്ടോ? ആക്ച്വലി അതിന് നമുക്ക് റെമഡി എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഗൈനക് ഡോക്ടറെ കാണിക്കുന്നുണ്ടോ എൻഡോമെട്രിയോസിന്?
കാണിച്ചിട്ടുണ്ട് മാം. അപ്പം അവര് പറഞ്ഞു ഇത് നിങ്ങൾ ഇനി ടാബ്ലറ്റ് ഇപ്പം ഇൻഫെർട്ടിലിറ്റീന്റെ ഇഷ്യൂ ഉണ്ട് മാം. അപ്പം അവര് പറഞ്ഞു അതുവരെ നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല, പെയിൻ നിങ്ങൾ സഫർ തന്നെ ചെയ്താവണം, അങ്ങനെ സിവിയർ ആണെങ്കിൽ ടാബ്ലറ്റ് എടുക്കാൻ പറഞ്ഞു മാം. പക്ഷെ ഞാനിപ്പം ഇപ്പം ഈ ഡയറ്റ് കാരണം എന്തെങ്കിലും ചേഞ്ചസ് വരുമോ, പെയിൻ കുറയോ? എനിക്ക് അതാണ് ഡൗട്ട് മാം. നമുക്ക് നോക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് ഒന്ന് എടുക്കൂ കേട്ടോ കൂടെ. മാം പിന്നെ ഞാൻ വൈറ്റമിൻ മോർണിംഗ് കൂടി ഒന്ന് കൂടെ എടുക്കണം കേട്ടോ. നമുക്ക് നോക്കാം. മാം ഞാൻ മോർണിംഗിൽ എണീറ്റിട്ടുണ്ടെങ്കിലേ ദഹിക്കാത്ത പോലെ ഫീൽ ചെയ്യുക വയറിന്റെ ഉള്ളില്. ഫുഡൊക്കെ കഴിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാല് വയറിന്റെ ഉള്ളില് ദഹിക്കാത്ത പോലെ അങ്ങനെ എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നുക. എത്ര മണിക്കാണ് ലാസ്റ്റ് ഡിന്നർ എടുക്കുന്നത്? ഞാൻ 7 മണിക്ക് 7 മണിക്ക് കഴിച്ചിട്ട് പിന്നെ 7:30ക്ക് വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് എത്ര മണിക്കാ ഉറങ്ങുന്നത്? ഞാനൊരു 9 മണിന്റെ ഉള്ളിൽ ഉറങ്ങും. പിന്നെ ഒരു 4:30 ആകുമ്പോഴേ എണീക്കുക. 4:30 ആകുമ്പോഴേക്കും അല്ലേ? ഓക്കെ. ഡൈജസ്റ്റീവ് ഇഷ്യൂ ആണ് ആക്ച്വലി കാണുന്നത്. പ്രോപ്പർ ആയിട്ട് ഡൈജഷൻ ചെയ്യുന്നില്ല, നടക്കുന്നില്ല. ആപ്പിൾ സിഡർ വിനേഗർ എടുക്കുന്നുണ്ടോ? ബേക്കിംഗ് സോഡ എത്ര നാളായിട്ട് കഴിക്കുന്നുണ്ട്? ഞാന് ഒരു 2 ആഴ്ച ഒക്കെ ആവാനായിട്ടുണ്ടാവും. 2 ആഴ്ച. ഓക്കെ, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഞാനൊന്ന് മാറ്റിയിട്ട് റെമഡീസ് തരാം കേട്ടോ. ഓക്കെ. പിന്നെ വെയിറ്റ് നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ 61 ആയിരുന്നു, ഇപ്പൊ 57 ആയിട്ടുണ്ട്. ഞാൻ 2-ാം തീയതി മുതലാണ് ഡയറ്റ് ജോയിൻ ചെയ്തത്. ഓക്കെ ഓക്കെ ശരി. ഇതൊരു ബുദ്ധിമുട്ടാണ് ഉള്ളത്. ഇതൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. മാം എനിക്കൊരു കാര്യം ചോദിച്ചോട്ടെ. ഇച്ചിരി പോലും വെയിറ്റ് കുറഞ്ഞു, 14th തുടങ്ങി, 3 കിലോ വെയിറ്റ് കുറഞ്ഞു. പക്ഷെ ഇത് ഇച്ചിരി എന്തെങ്കിലും ഇന്നൊരു ജാക്ക് ഫ്രൂട്ട് കഴിച്ചു, ഒരു പീസ് മാത്രം. അന്നേരത്തേക്കും പിന്നെ 81 ഒക്കെ പിന്നെ ഒരു ഇത്ര കുഞ്ഞിത് കഴിക്കുമ്പോഴത്തേക്ക് 1 കിലോ ഒക്കെ ഇത് ചെയ്യണേ. ഇത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഓരോരുത്തരുടെ നേച്ചറാണ്, ബോഡി നേച്ചർ അനുസരിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഡയറ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തേക്കോ കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വരെ ഡയറ്റിൽ കൃത്യമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് കാണും. ഓരോരുത്തരുടെ ബോഡി നേച്ചർ അനുസരിച്ചിരിക്കും നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയുന്നതും അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതൊക്കെ. നിങ്ങൾ കേട്ടിട്ടില്ലേ ചില ആളുകൾ എത്ര കഴിച്ചു കഴിഞ്ഞാലും വണ്ണം വെക്കില്ല, അങ്ങനെ? അത് ഓരോരുത്തരുടെ നേച്ചറാണ്. ഓക്കെ മാഡം, ഈ ബീട്രൂട്ട് പോലത്തെ സാധനങ്ങൾ കഴിക്കുമ്പോ അത് അതേപോലെ പോകുന്നത് എന്തുകൊണ്ടാ? ബീട്രൂട്ട് കഴിക്കുന്ന സമയത്ത് വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ബീട്രൂട്ട്, അത് കഴിക്കുമ്പോ അത് മോഷനിൽ അതുപോലെ തന്നെ പോകുന്ന ഉണ്ടെങ്കിൽ ഡൈജഷന്റെ ഇഷ്യൂ ആണ്. അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കളറിൽ ബീട്രൂട്ടിന്റെ കളറ് ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടാവില്ല. പിന്നെ കളർ പൊതുവെ നമുക്കിപ്പോ ബീട്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ ചില ആളുകളിൽ ഇങ്ങനെ കളർ കാണാറുണ്ട് മോശം പോകുന്ന സമയത്ത്. ഇതിനൊരു സാധ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഒരു മാസം അടുപ്പിച്ച് കഴിച്ചു. ചെയ്തിരുന്നു. ഒരു മാസം അടുപ്പിച്ച് കഴിച്ച കാരണം ഇനിയിപ്പോ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഒറ്റയായി കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഹലോ മാം, എന്നാ എടുക്കാൻ പറ്റിയ ആപ്പിൾ സിഡർ വിനീഗർ? ഇനിയിപ്പോ എന്നാ എടുക്കാൻ പറ്റിയ? എങ്ങനെ? ആപ്പിൾ സിഡർ വിനീഗർ ഇപ്പൊ ഒരു മാസം കുടിച്ച് നിർത്തി. അപ്പൊ ഇനിയിപ്പോ എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? അപ്പൊ ഒരാഴ്ച സോഡ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി കേട്ടോ. സോഡ ടെസ്റ്റ് നടത്തിയപ്പോ അവര് പറഞ്ഞു ഇനി എടുക്കണം. പക്ഷെ ഒരു മാസം അടുപ്പിച്ച് കഴിച്ചോണ്ട് കുറച്ച് ദിവസം നിർത്തി വെച്ചതാ. ഓക്കെ ഓക്കെ. ബാക്കിയുള്ളവരും എല്ലാവർക്കും ഡൗട്ട് ചോദിക്കാൻ ഒരു ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ. ഹലോ മാം. മാം, എനിക്ക് എന്റെ പുറത്ത് ഇങ്ങനെ എപ്പോഴും കുരു പൊന്താ. എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയത്. ഇപ്പോ കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഡയറ്റ് തുടങ്ങിയതിന് ശേഷം പുറത്തും വയറുമ്മയും ഒക്കെ ഇങ്ങനെ ചുവന്ന കുരു പോലെ അത് എന്നിട്ട് പൊട്ടും ചെയ്യും. CRP ഒക്കെ ടെസ്റ്റ് ചെയ്തായിരുന്നോ? ഇല്ല, ഒന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല. നമുക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അതെ അതെ അതെ. എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണം എടുക്കുന്ന സമയത്താണോ? ഇല്ല, അത് ഒന്നുകൊണ്ട് മാറും, ഉണ്ടായിട്ട് മാറും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും
അങ്ങനെ ഉണ്ടാവും. അതങ്ങനെ എന്ത് ഭക്ഷണത്തിന്റെ ആണോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഇടക്കിടക്ക് ഉണ്ടാവണ കാരണം ബ്ലഡ് ഇപ്പൊ ടെസ്റ്റ് നോക്കേണ്ടി വരും കേട്ടോ. ഹലോ ഡോക്ടറെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചില സമയത്ത് ഒരു തലമിന്നൽ അയങ്ങാണ്ട് വരുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഇപ്പൊ 2 ആഴ്ച ആയിട്ടില്ല തുടങ്ങിയിട്ട്. ഇന്നത്തേക്ക് 13 ദിവസമായിട്ടുള്ളൂ. ഒരു 1.5 kg ഒക്കെ നമ്മൾ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്റെ ബോഡി കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എല്ലായിടത്തും ഇങ്ങനെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സ്ഥലമൊക്കെ നല്ല കുറച്ചൊക്കെ ഒരു ഷേപ്പ് രൂപത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മള് ഈ മെഷർമെന്റ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അത് കുറഞ്ഞിട്ടില്ലെങ്കിലും കൂടിയിട്ട് വെയിറ്റ് നോക്കുന്ന സമയത്ത് അത് കുറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോ ചില സമയത്ത് ഒരു തലമിന്നൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഇതേമാതിരി വന്ന സമയത്ത് ഞാന് ഫുഡ് പെട്ടെന്ന് നിർത്തിയത് കൊണ്ടാണോ എന്ന് അറിയില്ല. ഞാൻ ഡയറ്റീഷ്യനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചതിന് ശേഷം കുറച്ച് റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച്. അങ്ങനെ ഞാനൊരു 2 പ്രാവശ്യം ഈ തുടങ്ങിയതിന്റെ ശേഷം ഇതേമാതിരി വന്ന സമയത്ത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇനി നമ്മള് ഫുഡ് നിർത്തിയത് കൊണ്ട് വരുന്നതാണോ? അതേമാതിരി ചില സമയങ്ങളിൽ നമുക്ക് ഈ സാമ്പാർ അങ്ങനെയൊക്കെ ഉള്ള നമ്മള് വെജിറ്റബിൾസ് നമ്മൾ നല്ലോണം കഴിച്ചു കഴിഞ്ഞാൽ 3, 4 പ്രാവശ്യമൊക്കെ നമുക്ക് വയറ്റിന്ന് പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇന്നലൊക്കെ എനിക്ക് നല്ലൊരു ഇതുണ്ട്, ഭയങ്കര എച്ചിലും പുകച്ചിലൊക്കെ പോലെ തോന്നുന്നുണ്ട് വയറിന്. ഓൾറെഡി ഞാൻ ഈ ഗ്യാസിന്റെ ആദ്യമൊക്കെ ഗ്യാസിന്റെ ചെറിയ പ്രശ്നം ഉണ്ടാകലുണ്ടായിരുന്നു മുട്ടി ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാല്. ഇപ്പൊ പിന്നെ എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷെ ചില സമയം എനിക്ക് കക്കിരി അങ്ങനത്തെ ഒക്കെ തിന്ന് കഴിഞ്ഞാലൊക്കെ, അതേമാതിരി ഈ റോബസ്റ്റ് പഴമൊക്കെ തീരെ കഴിക്കാൻ പറ്റില്ല. പഴം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതന്നെ തേട്ടി ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ വരുന്ന മാതിരി വരുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തിരുന്നോ? എന്താണ്? ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്തിരുന്നോ? ഇല്ല. അതൊന്ന് ചെയ്തിട്ട് കേട്ടോ, ഡയറ്റീഷ്യന്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ട്. ഓക്കെ മാം. ഹലോ മാം, ഞാൻ എക്സസൈസ് നൈറ്റിൽ 8 o'clock ആ ഒരു ടൈമിലാണ് ചെയ്യല്. ആ ടൈമിൽ ചെയ്തിട്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീരിറങ്ങാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. നീരിറങ്ങുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളാണ്? ഇല്ലില്ല, അങ്ങനത്തെ ജലദോഷം അങ്ങനെ എന്തെങ്കിലും? ഇല്ല അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷെ ആ ടൈമിൽ ചെയ്തിട്ട് നമുക്കൊരു ഇതില്ലായി കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. ഓക്കെ. ഹലോ ഡോക്ടറെ. ഹലോ മാം. ഹലോ ഡോക്ടറെ, എനിക്ക് ഡയറ്റീഷ്യൻ ആണെങ്കിൽ മറ്റേ കോൾഡ് ലിവറിന്റെ ഇത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് ഇവിടെ അവൈലബിൾ അല്ല. പക്ഷെ എന്റെ കയ്യിൽ ഒരു ഒമേഗയുടെ ഫ്ലാക്സീഡ് ഓയിൽ അടങ്ങിയൊരു ടാബ്ലറ്റ് ഉണ്ട്. അത് കഴിച്ചാൽ മതിയോ? ഒമേഗ 3 അടങ്ങിയതാണോ? ഒമേഗ 369 അത് 3 ഉള്ളതായിരുന്നേ. 369 വേണ്ട, നമുക്ക് ഒമേഗ 3 മാത്രം ഉള്ളത് കിട്ടുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അതിന്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചോളൂ കേട്ടോ. ഡോക്ടർ, എനിക്ക് തൈറോയ്ഡ് ഉണ്ട് കേട്ടോ. തൈറോയ്ഡ് ഉണ്ട്. അപ്പൊ അത് ഹാഷിമോട്ടോസ് ആണ് ടെസ്റ്റ് ചെയ്തപ്പം. അപ്പൊ എനിക്ക് പാലും അതൊന്നും കഴിച്ചുകൂടാ, തൈരൊന്നും. അപ്പൊ ഈ കോൺസ്റ്റിപ്പേഷൻ മാറാൻ എന്തോ ചെയ്യണം? നെയ്ക്ക് കഴിക്കാൻ? അത് വെള്ളത്തിൽ നെയ്യ് കലർത്തിയിട്ട് കഴിച്ചാൽ മതി, പാലിൽ തന്നെ കഴിക്കണം എന്നില്ല കേട്ടോ. വർക്ക്ഔട്ട് ചെയ്യുന്നോണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എത്ര ടൈം? പീരീഡ്സ് ആയ ടൈം, നമുക്ക് മെൻസസ് ആയിട്ടുള്ള ഒരു 3 ദിവസം വർക്ക്ഔട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ ഒരു 2 ദിവസം. എത്ര വയസ്സുണ്ട്? ഇപ്പൊ 25. ഒരു 2 ദിവസം വർക്ക്ഔട്ട് ചെയ്യണ്ട. പിന്നുള്ള വർക്ക്ഔട്ട് എന്ന് പറയുന്ന ഒരു മൈൽഡ് എക്സസൈസ് മതി. പിന്നെ ഇനിയിപ്പോ എക്സസൈസ് തന്നെ ആണെങ്കിൽ കാലൊക്കെ ഇപ്പൊ കിടന്നിട്ട് കാല് മുകളിലോട്ട് പൊന്തിച്ച് വെക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ വേണ്ട കേട്ടോ. പീരീഡ്സിന്റെ ഈ ജമ്പിങ് ജാക്സ് ഒന്നും കുഴപ്പമില്ല. നമ്മുടെ ബോഡി അപ്സൈഡ് ഡൗൺ വരുന്ന രീതിയിലുള്ള എക്സസൈസുകൾ വേണ്ട. പിന്നെ ഈ ഡയറ്റ് തുടങ്ങിയിട്ട് രാവിലെ ഒരു ചെറിയ തലകറങ്ങുന്ന പോലെ. അപ്പൊ നമ്മൾ ഈ പെട്ടെന്ന് കംപ്ലീറ്റ് ഷുഗർ ഒഴിവാക്കി. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഇപ്പോ 24 വയസ്സായി. വെയിറ്റ് ഇപ്പോ 8 കിലോ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് കംപ്ലീറ്റ് ഒഴിവാക്കുമ്പോ ഷുഗർ വരാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ലേശം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, എന്നാലും പറയാണ്,
ഒരു കപ്പ് ഒരു മട്ട അരി ഇല്ലേ, ഫ്രൈഡ് റൈസ്, അതെടുത്തോളൂ. ഞാന് ഫീഡ് ചെയ്യുന്നോണ്ട് എന്നോട് ഉച്ചക്ക് കുറച്ച് ചോറ് കഴിച്ചോന്ന് പറഞ്ഞിട്ട് ചോറ് കഴിക്കുന്നുണ്ട്. ഉണ്ടായിരുന്നോ? കുറച്ച് റെഡ് റൈസ് എടുത്താൽ മതി, കുറച്ചെടുത്തോളൂ കേട്ടോ. മാം ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ട് 15 ദിവസമായേ. 4 kg വരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും നാളും ഒരേ ഡയറ്റീഷ്യൻ പറഞ്ഞ അതേ ഫുഡ് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഇപ്പൊ ഞാൻ കോളേജിൽ പോണോണ്ട് രാവിലെ മുട്ട കഴിക്കുമ്പോ എനിക്കൊരു വൊമിറ്റിംഗ് ടെൻഡൻസി വരുന്നുണ്ട് 2 ദിവസമായിട്ട്. അപ്പൊ കോഴിമുട്ട പുഴുങ്ങിയിട്ടാണോ കഴിക്കുന്നത്? അതെ അതെ. അതും പുഴുങ്ങിയിട്ട് പാലും. ഓംലേറ്റ് പോലെ ആക്കി കഴിച്ചൂടെ? അല്ല 13 ദിവസമായിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് സെക്കൻഡ് വീക്കിലാണ്. ഡൈജഷൻ എങ്ങനെയാണ്? പ്രോപ്പർ ആണ് മാം, കുഴപ്പമൊന്നുമില്ല. ടോയ്ലറ്റിലൊക്കെ പോകുന്നുണ്ടോ ദിവസം? ഉണ്ട്. പുഴുങ്ങിയിട്ട് കഴിക്കണ്ട, ഓംലേറ്റ് ആക്കി കഴിച്ചു നോക്ക്, വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട്. ഹലോ മാം, ഞാൻ ഓൾറെഡി ഒരു വിറ്റാമിനിന്റെ ഇത് കഴിക്കുന്നുണ്ട്, ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്. എനിക്ക് വിറ്റാമിൻ ഇ പ്രശ്നമുണ്ട്. അപ്പോ ഭയങ്കര കുറവ്. അപ്പൊ എന്നോട് മറ്റേ ടാബ്ലറ്റ്സും കൂടെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിക്കണോ അതോ ഓൾറെഡി ഇത് കഴിച്ചാൽ മതിയോ? കഴിച്ചോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല, എടുക്കുന്നു. ഓക്കെ. പിന്നെ നമ്മള് ഈവനിങ് 7 o'clock ആ ടൈമിൽ ചപ്പാത്തി കഴിക്കാൻ പറ്റുമോ? ആണോ തന്നിരിക്കുന്നത് അത് കറക്റ്റ് ഫോളോ ചെയ്യൂ കേട്ടോ. അപ്പൊ നമ്മള് എല്ലാരോടും താങ്ക്സ് സോ മച്ച്. നമ്മളെ ടൈം കഴിയാനായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡയറ്റീഷ്യൻ ത്രൂ എനിക്കൊന്ന് വോയിസ് നോട്ട് ഇട്ടാൽ മതി. ഞാൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡോക്ടേഴ്സ് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.